പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശിന്റെ ഏകപക്ഷീയ നീക്കങ്ങളിൽ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തി. ചെന്നിത്തലയെയും ബെന്നി ബെഹനാനെയും കഴിഞ്ഞ UDF യോഗത്തിന് ക്ഷണിച്ചില്ല. KSU കൂട്ടത്തല്ലിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനും ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സൂചനകൾ. KSU ക്യാമ്പിലെ കൂട്ടത്തല്ലിലും തുടർ നടപടികളിലും വി.ഡി. സതീശനും സുധാകരനും വിരുദ്ധ ചേരിയിൽ ഉറച്ചു നിൽക്കുകയാണ്. വി.ഡി. സതീശന്റെ വിശ്വസ്തനായ അലോഷ്യസ് സേവ്യറിനെ പദവിയിൽ നിന്ന് നീക്കണം, സംസ്ഥാന കമ്മിറ്റി തന്നെ വേണ്ടിവന്നാൽ പിരിച്ചുവിടണം എന്ന നിലപാടിലാണ് സുധാകരൻ. AICC നേതൃത്വത്തെ സുധാകരൻ ഈ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. AICC സുധാകരന്റെ ആവശ്യം അംഗീകരിച്ചാൽ സതീശൻ ഇടയുമെന്ന കാര്യം ഉറപ്പാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളിൽ മുതിർന്ന നേതാക്കളിലും അതൃപ്തി പുകയുകയാണ്. രമേശ് ചെന്നിത്തലയെയും ബെന്നി ബെഹനാനെയും കഴിഞ്ഞ UDF യോഗത്തിന് ക്ഷണിച്ചിരുന്നില്ല. പാർട്ടി നേതൃത്വത്തെ ഇരു നേതാക്കളും ഇതിലുള്ള അതൃപ്തി അറിയിച്ചു. മനഃപൂർവ്വം തങ്ങളെ തഴഞ്ഞതാണെന്നാണ് ഇരു നേതാക്കളുടെയും നിലപാട്. സുധാകരൻ വീണ്ടും പദവിയിൽ തിരിച്ചെത്തിയതിൽ ചെന്നിത്തലയ്ക്ക് പങ്കുണ്ടെന്നാണ് സതീശന്റെ നിലപാട്. മാത്രമല്ല, സുധാകരനെ മുതിർന്ന നേതാവ് AK ആന്റണിയും പിന്തുണയ്ക്കുന്നുണ്ട്. നേതൃത്വമാറ്റമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് പദവിയും ഒഴിയണമെന്ന സുധാകരൻ അനുകൂലികളുടെ ആവശ്യത്തിലും വി.ഡി. സതീശൻ അതൃപ്തനാണ്. ഇതിനുശേഷമാണ് മുതിർന്ന നേതാക്കളെ അവഗണിച്ച് സതീശൻ മുന്നോട്ടു പോകുന്നതെന്നാണ് സൂചനകൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.